ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ പ്രേമിക്കുന്നവരാണോ എങ്കിൽ നിങ്ങളിത് ശ്രദ്ധിക്കുക. ഇപ്പം നമുക്ക് ഒരു ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും സ്നേഹിക്കുന്നത് വലിയ തെറ്റല്ല. പക്ഷെ ആ സ്നേഹത്തിനൊരു വിശ്വാസം ഉണ്ടായിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ബലം ഉണ്ടായിരിക്കണം. ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ചീറ്റ് ചെയ്യരുത്. ഇതൊക്കെ നമ്മൾ സാധാരണ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അങ്ങനെ തന്നെ പോകുന്നതാണ് നല്ലത്. അങ്ങനെ അല്ലാത്തതുകൊണ്ട് ടൈം പാസിനുള്ളവരും കാണും, അല്ലാത്തവരും കാണും. ഓക്കെ, ഓരോരുത്തർക്ക് ഒരുപാട് വിഷമം വരാനുള്ള ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചു. ഇപ്പോൾ 5 വർഷവും 10 വർഷമായിട്ടൊക്കെ നമ്മൾ സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിട്ട് കല്യാണ സമയമാകുമ്പോഴത്തേനും അത് ഒഴിഞ്ഞു പോകാറുണ്ട്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലെ ഒരു വാക്കാണ് തേക്കുക എന്ന് പറയുന്നത്. ആ പെണ്ണ് എന്നെ തേച്ചിട്ട് പോയി, അല്ലെ ആ ചെറുക്കൻ എന്നെ തേച്ചിട്ട് പോയി എന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പല പല സ്ഥലങ്ങളിലും ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നതും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇനിയെങ്കിലും നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു പ്രേമത്തിലോട്ട് അല്ലെങ്കിൽ സ്നേഹത്തിലോട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. എൻ്റെ വീട്ടുകാരിത് സമ്മതിക്കും, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ സമ്മതിക്കുന്നതാണ്, അല്ലാതെ അവർ നമ്മളെ വഴക്കുണ്ടാക്കിയാൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുന്ന രീതിയിൽ വരുമോ എന്നൊരു ധാരണ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ആദ്യം തന്നെ ക്ലിയർ ചെയ്യാൻ നോക്കണം. നിങ്ങൾ അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇതിനകത്ത് പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഒരുപാട് ഏരിയകളിൽ ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നതിന് റീസൺ എന്ന് വെച്ചാൽ നമ്മൾ 5 കൊല്ലം 10 കൊല്ലമൊക്കെ സ്നേഹിച്ചിട്ട് അവസാനം ആ കല്യാണ സമയത്ത് വീട്ടുകാർ സമ്മതിക്കുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തെ ചിലപ്പോൾ ആ പയ്യൻ ചിലപ്പോൾ ഇട്ടേച്ച് പോകാം, അല്ലെങ്കിൽ ആ പെൺകുട്ടി ഇട്ടേച്ച് പോകാനുള്ള ഒരു കാരണം അങ്ങനെ വരാറുണ്ട്. പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്, പല ആൾക്കാരെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇനിയെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇങ്ങനെ റിലേഷൻ തോന്നുവാണെങ്കിൽ, അഥവാ ഒരു പെൺകുട്ടിയോടോ ഒരു ആൺകുട്ടിയോടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു സ്നേഹം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്ര ഇതിലുള്ള വീട്ടുകാരാണെങ്കിൽ ഒന്ന് ആദ്യം നമ്മൾ അമ്മയോടോ അല്ലെങ്കിൽ അച്ഛനോടോ ഒന്ന് സൂചിപ്പിച്ചേക്കും, എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ട്, അത് നടത്തി തരുമോ എന്നൊക്കെ. ആദ്യ കാലഘട്ടത്തിൽ തന്നെ നമ്മളിപ്പോൾ ഒരു പയ്യനെയോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതൊന്ന് നമ്മുടെ അച്ഛനോടോ അമ്മയോടോ പറയാനുള്ള ഗട്സ് നിങ്ങൾ കാണിക്കണം. അങ്ങനെ നിങ്ങൾ കാണിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ഉറപ്പ് കിട്ടിയാലേ നിങ്ങൾ ഇതിൻ്റെ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ചിലർ വിചാരിക്കുന്ന എനിക്കിപ്പോൾ ഒരു മുട്ടായി വേണമെന്ന് പറഞ്ഞ് അമ്മ മേടിച്ചു തന്നു, എനിക്ക് സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞ് അച്ഛനെ കൊണ്ടുപോയി, അല്ലെങ്കിൽ എനിക്ക് വേണ്ട ഉടുപ്പുകളൊക്കെ അച്ഛനും അമ്മയും മേടിച്ചു തരുന്നു എന്ന് വിചാരിച്ച് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അത് അവർ അന്നേരം സാധിച്ചു തരുമെന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് നിങ്ങൾ ഇതുപോണക്കത്തെ എന്തെങ്കിലും റിലേഷനിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ വീട്ടിലൊന്ന് അവതരിപ്പിക്കുന്നതായിരിക്കും ഇച്ചിരി ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുന്നത്. എൻ്റെ അനുഭവം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയുള്ളതെന്നല്ല പറഞ്ഞത്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഓരോരുത്തർക്ക് ഭയങ്കര ഡിപ്രഷനിലോട്ട് പോയിട്ടുള്ള അവസ്ഥകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു റിലേഷൻ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ അല്ലെങ്കിൽ ബ്രദറിനോടോ എങ്കിലും ഒന്ന് സൂചിപ്പിച്ച് വെച്ചേക്കുന്നതായിരിക്കും നല്ലത്. ഒരാളെങ്കിലും നമുക്ക് സപ്പോർട്ട് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ.